സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും എണ്ണക്കപ്പൽ ഇറാൻ തകർത്തു. 85 അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ബോംബിട്ടു. ഹോർമുസിൽ വീണ്ടും തീക്കളി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം കുറിച്ചത് അമേരിക്കയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇറാൻ്റെ കപ്പൽ പാത ലംഘിച്ചുകൊണ്ട് 3 കപ്പലുകൾ പ്രവേശിച്ചതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. അത് അവർ കൃത്യമായ രീതിയിൽ ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് ഒരു കപ്പൽ സഞ്ചാരം നടത്തേണ്ടതിൻ്റെ പാതയെക്കുറിച്ച് കൃത്യമായി പറയുകയും അത് അമേരിക്ക അടക്കമുള്ള മധ്യസ്ഥർ അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ആ പാത ലംഘിച്ച് പോയ 3 കപ്പലുകൾക്ക് നേരെയാണ് ഈ ഇറാൻ്റെ IRGC മിസൈൽ പായിച്ചത്. അത് സൗദി അറേബ്യയുടെ കപ്പൽ തൽക്ഷണം തകർന്നിരിക്കുന്നു എന്നുള്ളതും ഖത്തറിൻ്റെത് പരമാവധി തകർന്ന അവസ്ഥയിലാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. മൂന്നാമതൊരു കപ്പൽ കൂടിയുണ്ട്, അതിൻ്റെ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഏതാണ് എന്നുള്ളത്. ഈ പെട്രോളിയം വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളാണ്, വലിയ സാമ്പത്തിക നഷ്ടം 2 രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ ഈ വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്ക ഇറാനിൽ ബോംബിടുകയും ഇറാന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ബഹ്റൈനിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽ പടക്ക് നേരെ നടത്തുകയും ചെയ്തു. ഇതോടുകൂടി ഒരു തുറന്ന യുദ്ധമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിടിച്ചു പറയുടെയും ഭീഷണിയുടെയും കാലം കഴിഞ്ഞു. അമേരിക്കയുടെ ഹൂങ്കിന് മരണം തീർക്കുക തന്നെ ചെയ്യും എന്ന് ഇറാൻ്റെ സ്പീക്കർ പ്രഖ്യാപിച്ചതോടുകൂടി ഇതൊരു തുറന്ന യുദ്ധമാണ്, അതിൻ്റെ സന്ദേശമാണ് എന്നുകൂടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇറാൻ്റെ മിസൈൽ ശാലകളും സൈനിക മേഖലയുമാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. എന്നാൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് ബോംബ് വീണിട്ടുണ്ട് എന്നുള്ളതും വലിയ ആളുകൾക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവുമാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. 5ാം കപ്പൽ പടക്ക് നേരെ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പല മേഖലകളിലും വലിയ രീതിയിലുള്ള തീപിടുത്തം ഇപ്പോഴും നടക്കുന്നു, അത് കെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായ രീതിയിൽ മധ്യസ്ഥർ മുഖാന്തരം ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയും കരാർ പത്രവും അപ്പാടെ ലംഘിച്ചിരിക്കുന്നു. ലംഘിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമെന്ന് തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് ബാഖിർ കാലിബാഫാണ്, അതായത് പാർലമെൻറ്റ് സ്പീക്കറാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നു 14 ഇന ധാരണയാണ് ഈ പാകിസ്ഥാൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ ഉണ്ടായത്. അതിൽ ഒന്ന് പോലും തെറ്റാൻ വേണ്ടി പാടില്ല എന്ന് പരസ്പരം ധാരണ ഉണ്ടാക്കിയതാണ്. അതിൽ 5 കരാറുകൾ നഗ്നമായ രീതിയിൽ അമേരിക്ക ലംഘിച്ചിരിക്കുന്നു. ഓരോരോ കരാറിൻ്റെ വിഷയങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ഹോർമുസിലെ ഇറാൻ്റെ ക്രമീകരണങ്ങൾ അമേരിക്ക ലംഘിച്ചു. കൃത്യമായിരിക്കുന്ന ഒരു ക്രമീകരണവും ധാരണയും ഈ കപ്പലുകൾക്ക് പോകാനുള്ള യാത്രാ റൂട്ടും കൃത്യമാക്കി വെക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലംഘിക്കാൻ പാടില്ലെന്നും ലംഘിക്കുകയില്ലെന്നും അമേരിക്ക വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ലംഘിച്ചു. വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണി അത് മുഴക്കിയിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഭീഷണി ഒന്നും പാടില്ല. കാര്യം ശാന്തമായിട്ട് പോകുന്നിടത്തേക്ക് പിന്നെ ഒരു ഭീഷണിയുടെ വിഷയം ഉദിക്കുന്നില്ലല്ലോ എന്നാണ് അന്ന് തന്നെ പറയപ്പെട്ടത്. അപ്പോൾ അത് ഭീഷണി മുഴക്കിയിരിക്കുന്നു, വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട്. ലെബനാനിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു. ലെബനാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് ഒരു തരത്തിലും ആക്രമണം ഉണ്ടാവാൻ പാടില്ല, അവിടെയുള്ള അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈനികർ പിന്മാറണം. ഇതൊക്കെ ഈ വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് അപ്പാടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. തെക്കൻ ഇറാനിൽ സയണിസ്റ്റ് ശക്തികൾ ആക്രമണം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും അല്ലെങ്കിൽ എന്ന വിവരം കൂടി ഇറാൻ പറയുന്നു. അഥവാ 5 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മുൻപ് കുറച്ച് ദിവസം മുമ്പേ ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തങ്ങൾ അതിൽ വിഷയത്തിൽ ഇടപെടാതിരുന്നത് ആയത്തുള്ള അലി ഖംനായിയുടെ അന്ത്യയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിരിക്കുകയാണ് രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും, അതോടൊപ്പം തന്നെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരും. അങ്ങനെ ആ സമയത്ത് ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് കുറേശ്ശെ മാറി നിൽക്കുകയാണ്. എന്നാലും IRGCക്ക് പൂർണ്ണമായിരിക്കുന്ന അധികാരവും ഉത്തരവാദിത്വം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ നൽകിയിട്ടുണ്ട്. അമേരിക്ക അല്ല ഏത് രാജ്യവും ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ അവർക്ക് ആക്രമിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. നിലവിൽ നജഫിലാണ് ആയത്തുള്ള അലി ഖംനായുടെ മൃതദേഹത്തിൻ്റെ ആചാര കർമ്മ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
അപ്പോൾ വിലാപയാത്രയായിട്ട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നെജഫിൽ. ആ നെജഫിൽ നീങ്ങുന്നതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ ഇറാഖിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നടന്നതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് തന്നെ തെഹ്റാനിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. അഥവാ മേലിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്ത് നടപടി കാര്യങ്ങൾ എടുക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത് എന്ന് പറയുന്നു. 9-ാം തീയതി അഥവാ നാളെയാണ് ഇറാനിൽ ആയത്തുള്ള അലി ഖംനായിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇനി ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഷയവുമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള സമീപന നിലപാടുകൾ എടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് എന്ന് പറയുകയാണ്. ചെറിയ നേട്ടത്തിന് വേണ്ടി വലിയ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ നഷ്ടം വരുത്തതെന്ന് ഇറാനോട് ഖത്തർ പറഞ്ഞു. ഖത്തറുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ നേട്ടം, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവർക്കുണ്ടാകുന്നത് വലിയ നഷ്ടം. അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്ന് മധ്യസ്ഥ രാജ്യം കൂടിയായിരിക്കുന്ന ഖത്തർ ഇറാനോട് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ കാണുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ഇരട്ട വേഷമാണെന്ന് അമേരിക്ക തന്നെ പറഞ്ഞു. പാകിസ്ഥാൻ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, മറുപക്ഷം തങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇറാനെ പലതരത്തിലും സഹായിക്കുന്നു. അത് ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ കടൽ തീരത്തുകൂടി ചൈനയിലേക്ക് കപ്പൽ യാത്ര നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്രോളിയം നൽകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സഹായം നൽകുന്നു എന്നതിന് മുൻപ് തന്നെ അമേരിക്ക ആരോപിച്ചതാണ്. അതേ പാകിസ്ഥാനെ മധ്യസ്ഥ കക്ഷിയാക്കിയിട്ട് ചേർക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ പറ്റി ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നുള്ള വിമർശനം കൂടി ഉണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത്. എന്നാൽ ട്രംപ് അല്ല, ഈ ട്രംപിൻ്റെ ഓഫീസിലെ പ്രതിനിധിയോ മറ്റോ പറയപ്പെട്ടതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 3 ഇടങ്ങളിലാണ് അമേരിക്ക നിലവിലെ സാഹചര്യത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. അതിൽ സിറിക് എന്ന് പറയുന്ന ദ്വീപ് മേഖലയും പിന്നീട് ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖം, ഖസം എന്ന് പറയുന്ന ദ്വീപ് മേഖലയിലുമാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇതിൽ ബന്ദർ അബ്ബാസിൻ്റെ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് അമേരിക്കയാണ് പുറത്തുവിട്ടത്, സർവ്വനാശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സൈനിക മേഖല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ അവരുടെ ആയുധം സൂക്ഷിക്കപ്പെട്ട മേഖലയും മിസൈൽ സൂക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മിസൈൽ നിർമ്മിക്കപ്പെട്ട മേഖല അടക്കം തങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഏരിയകൾ നോക്കി തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അമേരിക്ക കള്ളത്തരവും പൊള്ളത്തരവും മാത്രമേ പറയൂ, അതൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. തങ്ങളെ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. കാര്യം എന്ന് പറയാൻ രാജ്യം വലിയ രീതിയിലുള്ള ഒരു ആചാര ചടങ്ങ് നടക്കുന്ന സമയത്ത് യുദ്ധത്തിനോട് ഇറാന് താല്പര്യമുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഉപയോഗപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഖത്തറിനെതിരെ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്തുകൊണ്ട് ഞങ്ങൾ ആക്രമിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട മേഖലയിലൂടെ അല്ലല്ലോ നിങ്ങളുടെ കപ്പൽ പോകുന്നത്. അതിൻ്റെ കാര്യം എന്താണ്? ബ്ലാക്കായിട്ട് നിങ്ങൾ എന്തിനാണ് എണ്ണ കടത്താൻ വേണ്ടി നോക്കുന്നത്? ഗ്യാസോലിനാണ് ഇറാഖിൻ്റെത്, ഈ ഖത്തറിൻ്റെത്, സൗദി അറേബ്യയുടേത് ഉള്ളത് പെട്രോളിയമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കടത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങനെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക കാണിക്കുന്ന മേഖലയിലൂടെ നിങ്ങൾ എന്തിനു കപ്പൽ കടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ചോദ്യം ഇറാൻ ചോദിക്കുക. അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ മേഖലയുടെ സ്വതന്ത്രമായ രീതിയിൽ നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖംനായുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സൗഹൃദമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയും ഖത്തറും ഇറാനിലെത്തിയിട്ടുണ്ട്. ഇറാൻ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല, ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവരുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കും ഖത്തറിനും ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒമാൻ്റെ തീരത്ത് കൂടി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കപ്പലയക്കാൻ പാടില്ലായിരുന്നു. അത് നമ്മൾ പറയപ്പെട്ട കാര്യമാണ്. അതിന് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാവുക സ്വാഭാവികം. ആ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. നിങ്ങൾ നേർക്കുനേരെ യഥാർത്ഥത്തിൽ തങ്ങളുടെ പാതയിലൂടെ വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പോരാ. അമേരിക്കക്ക് എന്ത് ചെയ്യണം? നിലവിൽ ഹോർമുസിലുള്ള ഇറാൻ്റെ റൂട്ട് പാത തകർത്തുകൊണ്ട് അതിൻ്റെ ബദലായിരിക്കുന്ന ഒരു റൂട്ട് പാത ഒമാൻ്റെ തീരത്തോട് കൂടിയിട്ട് അമേരിക്കക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
സാമ്പത്തികമായ രീതിയിൽ ഇറാനെ ഒതുക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും. മാത്രമല്ല ഓർമുസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തനം ഇറാൻ്റെ ഭാഗത്തും ഉണ്ടാവുകയില്ല. ഇത് രണ്ടും കൂടെയാണ് ലക്ഷ്യം വെച്ചത്. അത് രണ്ടുമാണ് ഇറാൻ യഥാർത്ഥത്തിൽ പൊളിച്ചടക്കിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.